സുഹൃത്തുക്കളെ, പറയണോ വേണ്ടയോ എന്നൊരുപാട് തവണ ആലോചിച്ചിട്ട് ഇന്നലെ രാത്രി കുറേ നേരം ഞാൻ ആലോചിച്ചൊരു വിഷയമാണ് ഇന്നലെ ഉണ്ടായൊരു സംഭവം ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സന്ദീപുമായിട്ട് എടുത്തിട്ടുള്ള നിലപാട്, അദ്ദേഹം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ആ വിഷയത്തിൽ ഞാനും പിന്നെ സന്ദീപും തമ്മിലുള്ള ഒരു 3 വർഷത്തിലേറെയുള്ള ബന്ധമുണ്ട്. 3 വർഷത്തിലേറെയുള്ള വളരെ ആത്മസൗഹൃദം എന്ന് പറയാവുന്നൊരു ബന്ധമുണ്ടായിരുന്നു. ആ ആത്മസൗഹൃദത്തിൻ്റെ മര്യാദകളെല്ലാം സന്ദീപ് പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ന് വരെ ഒരു ചായ പോലും ഞാൻ സന്ദീപിൻ്റെ അടുത്ത് വാങ്ങി കുടിച്ചിട്ടില്ല, സന്ദീപ് എൻ്റെ അടുത്തും വാങ്ങി കുടിച്ചിട്ടില്ല. സന്ദീപിൻ്റെ ഒരു സഹായവും എനിക്ക് ജീവിതത്തിൽ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ഞാൻ തിരിച്ച് സന്ദീപിനെ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാനും വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതൊക്കെ തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. സന്ദീപ് പിന്നെ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അന്ന് വെളുപ്പിനെ ഷാജൻ സ്കറിയെ വിളിച്ചിട്ടാണ് ആദ്യം വിവരം അറിയിക്കുന്നത്. ഷാജൻ സ്കറിയ എന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടത്. ഷാജൻ സ്കറിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജൻ ചേട്ടാ ഞാനിങ്ങനെ പിന്നെ കോൺഗ്രസിലേക്ക് പോവുകയാണ് എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും സൗഹൃദമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പക്ഷേ ഷാജൻ ചേട്ടനാവും. അതുകൊണ്ട് ഷാജൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് പറയാത്തതിൽ എനിക്ക് പരിഭവമില്ല, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുമായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇഷ്ടമുള്ള പാർട്ടിയിലൊക്കെ പോയിട്ട് ചേരാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധന നടത്താൻ പോവുകയാണെങ്കിൽ അതിലെനിക്ക് വിരോധമില്ല. അദ്ദേഹം കാശ്മീരിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കണം എന്ന് പറഞ്ഞതിലും എനിക്ക് വിരോധമൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും, അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ സന്ദീപ് ഇന്നലെ കാണിച്ചിട്ടുള്ളൊരു പരിപാടിയുണ്ട്. സുരേന്ദ്രനെ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൃഷ്ണകുമാറിനെയൊക്കെ വലിച്ചു കീറി ചുമരിലൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ പാലക്കാട്ടെ കൃഷ്ണകുമാറിനെ. പക്ഷേ ആ കൃഷ്ണകുമാറിനും സുരേന്ദ്രനുമെതിരെ ആരോപണം ഉന്നയിച്ച അതേ സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പരമവൃത്തികെട്ടവൻ്റെ ഇത്തരം കാര്യങ്ങൾക്കകത്ത് മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ലോകത്തുള്ള പീഡകരെ മുഴുവൻ വക്കീലായിട്ട് നടക്കുന്ന പേട്ടൻ തൊട്ട് ലോകത്തുള്ള സകലമാന പീഡകർക്കും ഗോവിന്ദസ്വാമിക്ക് വരെ വേണ്ടിയിട്ട്, ഗോവിന്ദസ്വാമിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവനെയൊക്കെ ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്നിട്ട് സാമൂഹ്യ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരുത്തുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുമ്പിൽ കാർക്കിച്ചു തുപ്പുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ കാർക്കിച്ചു തുപ്പി അതിൻ്റെ മൊബൈൽ ഫോണിൽ തട്ടുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ കൊണ്ടുവന്നിരുത്തുന്ന ഉളുപ്പില്ലാത്ത വർഗം എന്ന് ഞാൻ ഈ പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പിന്നെ ചർച്ച അവതാരകരോടും അതേപോലെ തന്നെ അവർക്ക് ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്ന കോർഡിനേറ്റർമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, അത് ഏത് ചാനലാണെങ്കിലും സ്പേസ് കൊടുക്കുന്നത്, സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത്, അവനെ എന്തിനു പഠിക്കണം? സുരേന്ദ്രനെ പോലെയുള്ള ഒരു സമ്പന്നതനായ BJP നേതാവിനോടും കൃഷ്ണകുമാറിനെ പോലെയുള്ള പിന്നെ പാലക്കാട് ജില്ലയിലെ മുടിചൂടാമന്നനായിട്ടുള്ള BJP നേതാവിനോടും ഫൈറ്റ് ചെയ്ത സന്ദീപ് വാര്യർ പഞ്ചപുച്ഛമടക്കി രാഹുൽ ഈശ്വറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഗതികേടാണ്. 58 ജനറൽ സെക്രട്ടറി ആയിട്ട് മാത്രം ഒതുങ്ങുമ്പോൾ പോലും എനിക്കതിൽ പ്രയാസം തോന്നിയിട്ടുണ്ട്. ഒരിക്കലും സന്ദീപിനെ കൊണ്ട് അതിനകത്തൊന്നും അഭിപ്രായം പറയാൻ പോയിട്ടില്ല. എന്നോട് മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്, ഞാനും മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും BJPയിലും RSSലുള്ള ബന്ധം എന്താണെന്നുള്ളതും എനിക്കറിയാം. BJPയിലെ ചില നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്നുള്ളത് അവർ പറഞ്ഞു അറിയാം. എനിക്കല്ലാതെ എനിക്ക് നിനക്ക് സോഴ്സ് ഉണ്ടെന്നേ. ഞാൻ വലിയ ആളാണെന്നല്ല പറഞ്ഞേ, ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള പിന്നെ RSSലുള്ള ഒരാളുമായിട്ട് നല്ല ബന്ധം അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. BJPയിലുള്ള ചില നേതാക്കന്മാരായിട്ട് അദ്ദേഹം ഇപ്പോഴും രഹസ്യമായിട്ട് നല്ല വ്യക്തിബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പാർട്ടി മാറി എന്ന് എഴുതിയിട്ട് ബന്ധം തെറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ശത്രുതാപരമായിട്ടുള്ള നിലപാടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റേത് പേഴ്സണലായി പറയുകയാണ്. സുരേന്ദ്രനുമായിട്ടും കൃഷ്ണകുമാറുമായിട്ടുള്ളത് അവർ പിന്നെ തമ്മിലുള്ളതൊരു വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ തലത്തിലേക്ക് എത്തിപ്പെട്ടു പോയിട്ടുണ്ട്. 3 വർഷത്തിലേറെയുള്ള ബന്ധമാണ്. ഇന്നലെ ഈ കുട്ടി പിന്നെ ചെത്തല്ലൂരിൽ നിന്ന് പിന്നെ ഉള്ള പയ്യനുമായിട്ട് വിവാഹം കഴിച്ച ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ ഇര, ഞാൻ 1 മാസം മുമ്പ് ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞാൽ അത് പിന്നെ കേസാണ്, പേര് പറയാതെ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ്, ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കിയുള്ളതെല്ലാം കൃത്യമായി, ഞാനതിൽ ഉദ്ദേശിച്ചത് കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ, അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും ആ കുട്ടി കടന്നു പോകുന്ന ട്രോമ എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയും അവൾ സൈക്കിക് ഡിസോർഡറിലേക്ക് പോകുന്നുണ്ട്, ഡിപ്രഷനിലുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അവൾ ആത്മഹത്യ ചെയ്തു കളയുമോ എന്നുള്ള പിന്നെ പേടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും മാറി മാറി അവളെ എൻകറേജ് ചെയ്യുന്നു, അവളുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ആ കുട്ടിയെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുകയാണ്. ഇപ്പം മാനസികമായിട്ട് ഓക്കെ. ഞാൻ പറഞ്ഞു ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ട്, ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അത്രയും കടുത്ത മാനസികാവസ്ഥയിൽ കൂടെ കുട്ടി കടന്നു പോകുകയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു സൈലൻ്റായി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കണം. കേസുകൾ വേറെയും വരാനുണ്ട്.
ഞാൻ പറഞ്ഞു മാർച്ച് മാസം വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട്. ഞാൻ തുടങ്ങി വെച്ചപ്പോൾ എന്നെ എല്ലാവരും കല്ലെറിയായിരുന്നു. രാജൻ ജോസഫ് ഭ്രാന്തൻ. രാജൻ ജോസഫിന് ഭ്രാന്ത് ഉണ്ടെന്നേ. ഈ വൃത്തികെട്ട ലോകത്ത് ഭ്രാന്ത് പിടിക്കാണ്ടിരിക്കുമോ? ഈ കെട്ട കാഴ്ചകൾ കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കാണ്ടിരിക്കുമോ ചിന്തിക്കുന്നൊരു മനുഷ്യന്? അല്ലെങ്കിൽ 24 മണിക്കൂറും വെള്ളമടിച്ച് കിടക്കണം, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്ന് അടിച്ച് കിടക്കണം. ചിന്തിക്കരുത്. ചിന്തിക്കുന്ന ഈ കാഴ്ചകൾ കാണുന്ന അതിന് മനസ്സ് നോവുന്ന ഒരു മനുഷ്യന് ഭ്രാന്തായി പോകും. നാരായണ ഭ്രാന്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ തൊണ്ടയിടുന്നുണ്ട്, വിഷമമുണ്ട് വൈകാരികമായിട്ട്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്തൊരു സുഹൃത്ത് സന്ദീപ് വാര്യർ, 3 വർഷത്തെ ബന്ധം. ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ 100 പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുള്ളതാ. അത്രയും അടുത്ത ബന്ധം. ഞാൻ സന്ദീപിൻ്റെ വെൽവിഷറുമാണ്. സന്ദീപ് എൻ്റെയും വെൽവിഷറാണ്. ഞാൻ സന്ദീപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങളെക്കുറിച്ച്, ചില വീക്ക്നെസ്സുകളെക്കുറിച്ച് സന്ദീപിനോട് ഉപദേശിച്ചിട്ടുണ്ട്. ഏറ്റവും വ്യക്തിപരമായി അതിനുള്ള സ്വാതന്ത്ര്യം സന്ദീപ് തന്നിട്ടുണ്ട്. സന്ദീപ് എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്നോട് ഉപദേശിച്ചിട്ടുണ്ട്. ചിലപ്പം ചില വീഡിയോകൾ ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആൽക്കോളിക് ഡിസോർഡറിലേക്ക് പോകുന്ന സമയത്തൊക്കെ എന്നോട് വളരെ രൂക്ഷമായിട്ട് എന്നോട് വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. അതൊരു പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇന്നലെ ഞാൻ സന്ദീപിനോട് പറഞ്ഞ, സന്ദീപെ കാണിച്ചത് വൃത്തികേടാണ്. ഈ സെക്ഷൽ പെർവേർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സന്ദീപ് എന്നോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. രാജൻഭായി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നുള്ള രീതിയിൽ ടോണ് മാറി. ഞാൻ പറഞ്ഞത് തന്നെയാണെന്നേ. ഞാൻ പറഞ്ഞത് തന്നെയാ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യത്തിലേറെ സമയം ഞാൻ കൊടുത്തതാ. അവനും എൻ്റെയും പൊതു സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ അവരോട് പറഞ്ഞു നേരിട്ട് കാണാൻ എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കാരണം നീ കാണിച്ച് തെമ്മാടിത്തരമാണ് എന്ന് മുഖത്ത് നോക്കി പറയുകയും പിന്നീട് ആവർത്തിക്കില്ല എന്നുള്ള ഉറപ്പ് അവൻ തരികയും പിന്നീട് ലംഘിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്കത് പറയണം എന്നാണ് പറഞ്ഞത്. എറണാകുളത്തോട്ട് അവന് വരാൻ പറയാൻ ഞാൻ അങ്ങോട്ട് അടൂരേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കാല് പിടിക്കാൻ പോയി എന്നുള്ള ആൾക്കാർ പറയും എനിക്ക് ഇഷ്ടമില്ല എന്നാ പറഞ്ഞത്. തിരുത്താനൊരു അവസരം ഒരു മനുഷ്യർ കൊടുക്കണം എന്നായിരുന്നു. അത് കഴിയുമ്പോഴാണ് ഇപ്പോൾ 1 മാസം വീട്ടിലിരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഷോ ഓഫ് നടത്തുന്നത്. നടിമാരെ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യിക്കുക, പൈസയും മുടക്കിയിട്ട് തറക്കല്ലിടാൻ. ലോകത്ത് എവിടെയും കേട്ടിട്ടുണ്ടോ? പാർലമെൻറ്റ് ഉദ്ഘാടനത്തിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിയാ ഖലീഫിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. ഈ പോൺ വീഡിയോസിലൊക്കെ അഭിനയിക്കുന്നത് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നത്. വേഷം കെട്ട് നടത്താൻ പാടില്ലായിരുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു, അവൻ അഡ്വൈസ് കൊടുക്കുന്നവരുടെ കുഴപ്പങ്ങൾ, അവൻ്റെ ഓവർ സ്മാർട്ട്നെസ് അതാണ് കുഴപ്പമാക്കിയത്. ഞാൻ പറഞ്ഞു, ഞാൻ നേരിട്ട് കാണണം, നേരിട്ടുള്ള സംസാരമേ ഉള്ളൂ, ഫോൺ വഴിയുള്ള സംസാരം ഇല്ല. എന്നിട്ടും പാരസിറ്റാമോൾ കഴിച്ച് ഉറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചതാ അവനെ. ഫോൺ എടുത്തില്ല. അതേസമയം രാഹുൽ ഈശ്വരൻ വിളിച്ചപ്പോൾ ഫോണിൽ കൂടെ എനിക്ക് ഉറക്കമില്ല, ഞാൻ പാരസിറ്റാമോൾ കഴിച്ച് ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് പറയാൻ മടിയില്ല എന്ന് ഞാൻ തുറന്ന പുസ്തകമായിട്ട് നിൽക്കുന്ന ആളാണ്. ഞാൻ അവനെ വിളിച്ചിരുന്നു. ഇത്രയും അവനെതിരെ രൂക്ഷമായി സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവനെ വിളിച്ചിരുന്നു. അത് വിളിച്ചപ്പോൾ പോലും അവനെ തിരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിളിച്ചത്. ഏതൊരു മനുഷ്യനും നമ്മൾ എന്തുകൊണ്ടാണ് ജീവപര്യന്തം തടവ് കഴിഞ്ഞ് ഒരാൾ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും അയാൾക്ക് പിന്നീട് പൊതുജീവൻ ഉണ്ടാക്കി കൊടുക്കണം, അയാളെ പുനരധിവസിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ തെറ്റ് തിരുത്താനല്ല, തെറ്റിൻ്റെ വഴിയെ വീണ്ടും സഞ്ചരിക്കാൻ, ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളാക്കാൻ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ട് പോകുന്ന ഒരാൾ ഇനി തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും അവൻ ടാർഗറ്റ് ചെയ്യുന്നവരിലെ 1-ാം നമ്പർ ശത്രു ഞാനായിരിക്കും, അവനും അവൻ്റെ ഹെഡ് മാഷും. സന്ദീപ് അവനെതിരെ സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സന്ദീപ് ഇപ്പം ഇന്നലെ 1 വർഷം മുമ്പാണ് കോൺഗ്രസിലേക്ക്, 1 വർഷം തികഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, കോൺഗ്രസിലേക്ക് പോയിട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്താണ്. സന്ദീപ് ഒരു നിയമസഭാംഗമായിട്ട് കാണണമെന്നുള്ള ഒരു വെൽവിഷറാണ് ഞാൻ. സന്ദീപിന് അതിനുള്ള അവസരങ്ങൾ ഇല്ലാതെയാവും. സന്ദീപിന് ഇപ്പോൾ പാലക്കാട് സന്ദീപാണ്, ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നിശ്ചയിക്കുമ്പോൾ സന്ദീപാണ് അവിടെ മത്സരിക്കുക. സന്ദീപ് അവിടെ മത്സരിക്കുമ്പം സന്ദീപ് ഇവരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ കാലുവാരും, സന്ദീപിനെ തോൽപ്പിക്കും. അതുകൊണ്ട് സന്ദീപ് ഇവർക്കെതിരെ പറയണം എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല. ഞാൻ ഒരാളോടും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ സന്ദീപിന് അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, ക്ഷമിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ഷാഫിക്കെതിരെയോ പറയണമെന്ന് ഞാൻ ഒരു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലരവരെ ന്യായീകരിക്കുന്ന സ്വഭാവം കാണിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ച പങ്കെടുക്കുന്നവരുൾപ്പെടെ, അല്ലാത്ത നേതാക്കന്മാരുൾപ്പെടെ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരുൾപ്പെടെ, അതിൽ KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്, AICCയിൽ ഉൾപ്പെട്ടവരുണ്ട്, MLA മാരുണ്ട്, MP മാരുണ്ട്,
മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വിവിധ നേതാക്കന്മാരോട് ഞാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പലരോടും ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്നവരെല്ലാം ഞാൻ ശത്രുപക്ഷത്തെ കാണൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവനെ എതിർക്കണമെന്നോ വിമർശിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അതിനെ പിന്നെ ഒരു ബാലൻസിങ്ങിൽ ചെയ്യുക. പക്ഷെ അവനെ ന്യായീകരിക്കാൻ പോകരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തതുപോലെ ഷാർപ്പായിട്ട്, അല്ലെങ്കിൽ വി ഡി സതീശൻ ചെയ്തതുപോലെ ഷാർപ്പായിട്ട് ചെയ്യാനുള്ള തൻ്റെ ഇടമുള്ള ആളുകൾ ഈ നട്ടലുള്ളവരെന്ന് ഞാൻ പറയാറില്ല. നട്ടല് തകർന്ന് കിടക്കുന്നവർക്ക് വിഷമമുണ്ടാവണ കാര്യമാണ്. ആണത്തം, നട്ടല് ഉള്ളവൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ അത് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള വാക്കുകളല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എന്താണത്തം? എന്താ പെണ്ണത്വത്തിന് എന്താ കുഴപ്പം? എന്താ നട്ടലില്ലെങ്കിൽ എന്താ പ്രശ്നം? നട്ടല് തകർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ഞാൻ ഇപ്പം എൻ്റെ നട്ടല ഒരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ് തകർന്നു, പിന്നെ നട്ടലില്ലാത്തവൻ അങ്ങനെയുണ്ടോ? അത്തരം വാക്കുകളോടൊക്കെ വിയോജിപ്പുള്ള ആളെ ഞാൻ. പക്ഷേ ഒരു പിന്നെ നിലപാട് വേണം. സതീശനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ എടുത്തതുപോലെയുള്ള ചെന്നിത്തല എടുത്തതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള, സതീശനാണ് ഏറ്റവും അത്തരം സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. ഭയപ്പാടുള്ളവർക്ക്, പേടിയുള്ളവർക്ക്, ഇവരുടെ ഈ സൈബർ പോരാളികളെ കണ്ട് ഭയപ്പെടുന്നവർക്ക്, മുട്ടുവരയ്ക്കുന്നവർക്ക്, മൂത്രശങ്കയുണ്ടാവുന്നവർക്ക് അവരങ്ങനെ എടുക്കണ്ട. പക്ഷെ ന്യായീകരിക്കാൻ പോകരുത്. ന്യായീകരിക്കാൻ പോകുന്നവൻ ആരായാലും ശരി, അത് ഏതവനായാലും ശരി, അത് പിണറായി വിജയനായാലും, അത് MA ബേബി ആയാലും, അത് ബിനോയ് വിശ്വ ആയാലും, അത് പാണക്കാട് തങ്ങളായാലും, അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും, അത് KC വേണുഗോപാലായാലും, VD സതീശനായാലും, അവനാണെങ്കിലും ശരി, ഏത് രാജീവ് ചന്ദ്രശേഖരാണെങ്കിലും, നരേന്ദ്രമോദി ആണെന്നുണ്ടെങ്കിലും, ഇമാതിരി വൃത്തികേട് കാണിക്കുന്നവരെ ന്യായീകരിക്കാൻ പോകുന്നവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് 2 പെങ്ങന്മാരുണ്ടെന്നേ. ഇത് കേട്ടിരിക്കുന്ന നിങ്ങളിൽ പെമ്മക്കളുള്ളവരില്ലേ? നിങ്ങൾക്ക് പെമ്മക്കളില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പെമ്മക്കൾ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് സഹോദരിമാരില്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് പറഞ്ഞവരില്ലേ? തീറ്റമ്മടുത്തത്ര ന്യായീകരിക്കുകയും ഒരു പെൺകുട്ടിയെ തെരുവിലേക്ക് ഇട്ടെറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നൊരു വൃത്തികളല്ലേ സന്ദീപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? സൈലൻ്റ് ആയിട്ടിരുന്നാൽ പോലെ. സൈലൻസ് ഈസ് എ ക്രൈം നമ്മൾ പറയാറുണ്ട്. നിശബ്ദനായിരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിശബ്ദത പോലും തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, രാഷ്ട്രീയത്തിൽ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ചിലത് കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചിലതിനോട് പ്രതികരിക്കാതിരിക്കേണ്ടി വരും. അത് സർവൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. സന്ദീപൻ MLA ആയിട്ടൊക്കെ വരട്ടെ, സീറ്റിൽ വരട്ടെ, പാലക്കാട് നിൽക്കുമ്പോൾ ഇവരുടെയൊക്കെ സഹായമാണ്. അവരെ വെറുപ്പിക്കണ്ട. പക്ഷെ അവരെ ന്യായീകരിക്കാൻ പരസ്യമായിട്ട് വന്നില്ലെങ്കിലും ഒരു പെൺകുട്ടിയെ തെരുവിലേക്ക് ഇട്ടെറിഞ്ഞു കൊടുത്തു. ഞാൻ പിന്നെ കുട്ടിയുടെ വിഷയത്തിൽ ആദ്യം സ്റ്റോറി ചെയ്തത് ഞാനാ. ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഭർത്താവിൻ്റെ പേര് ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ചെത്തല്ലൂർക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടും, അധ്യാപകനാണെന്ന് പറഞ്ഞുകൊണ്ടും, അച്ഛൻ്റെ അമ്മയുടെ വലിയൊരു മകനാണെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ സ്റ്റോറി ചെയ്തു 1 മാസം മുമ്പ്. ഒരു സ്കൂൾ അധ്യാപകനാണെന്നുള്ളതും ഒക്കെ എല്ലാ വിവരങ്ങളും ഞാൻ കാണിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഇവരുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ, ഫ്ലാറ്റിൽ സന്ദർശിക്കുന്നതിൻ്റെ CCTV, അങ്ങനെയുള്ള വിശദാംശങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കുട്ടി കുടുങ്ങിയിരുന്നതാണ്. ആ കുട്ടിയെ അടുത്തറിയുന്നവർ, പിന്നെ ഒരു അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള അവരുടെ ആത്മസുഹൃത്തുക്കൾ എന്നോട് സംസാരിച്ചതിൻ്റെ വൈകാരികത എന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഞാനോട് തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഇന്നലെയും കൂടി രാത്രി ഞാൻ പിന്നെ സംസാരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ബന്ധപ്പെട്ടപ്പോൾ വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. പലരും മാറി മാറി കാവലിരിക്കുകയാണ് ഒരു പെൺകുട്ടിക്ക്. ആ പെൺകുട്ടിയെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുക. ഫോട്ടോ, കല്യാണ ഫോട്ടോ എടുത്തിട്ടിട്ട് ശുദ്ധ തെമ്മാടുത്തരല്ലേ കാണിച്ചേ. എന്നിട്ട് അത് സൂചിപ്പിച്ചപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പം ഭീഷണിപ്പെടുത്താണെന്ന്. ഞാനും സന്ദീപും തമ്മിൽ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. രാഷ്ട്രീയം പറയാറുണ്ട്, തമാശകൾ പറയാറുണ്ട്. തമാശകളെ റേഞ്ചിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് സന്ദീപിനുണ്ട്. സന്ദീപ് നല്ല പിന്നെ ഡെപ്തിൽ അറിവുള്ള ഒരാളാണ്. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്, കോമൺ സെൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കോമൺ സെൻസ് കാണിച്ചില്ല. ജാത്രമായിട്ടുള്ള ഇതിന് ഇവരെ ന്യായീകരിക്കാനും ഇവർക്ക് പിന്നെ മരുന്നിട്ട് കൊടുക്കാനും നിൽക്കരുത്. അവരോട് വീട്ടിൽ വരുമ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. രാഹുൽ ഈശ്വരൻ ആ കുട്ടിയുടെ ഭർത്താവിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടിയുടെ ഭർത്താവിന് എന്തിനാണെന്നറിയോ? ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ ടൂളായിട്ട് യൂസ് ചെയ്യാൻ. എന്തെങ്കിലും വായന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈശ്വരനായിട്ട് സംസാരിക്കാൻ പോകണ്ടെന്നാണ് പറഞ്ഞിട്ടില്ല ഞാൻ. ഞാൻ ഇന്നലെ റിനിയാൻ ജോർജിനോട് ഞാൻ രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞു, ആ തെമ്മാടിയുടെ കൂടെ നീ ചർച്ചയ്ക്ക് പോയിരിക്കരുതെന്നാണ് പറഞ്ഞത്.
പറ്റിപ്പോയി. ആൾക്കാരിങ്ങനെ വരികയാണ്, രാവിലെ തൊട്ടേ ചാനലുകാർ വരികയാണ്, പിന്നെ എനിക്ക് തന്നെ അവൻ്റെ കൂടെ ഇരിക്കാൻ എനിക്കിഷ്ടമില്ല എന്നാ പറഞ്ഞത്. അന്തസ്സുള്ള പെൺകുട്ടി അറിഞ്ഞാണ് ജോർജ്. അവൾക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായില്ല, പക്ഷെ അവളടുത്ത് അപ്രോച്ച് ചെയ്തു 5 സ്റ്റാർ ഹോട്ടൽ എടുക്കാം. അവൾ എന്നോട് പറഞ്ഞെങ്കിൽ തന്നെ ആ പട്ടി പിന്നെ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീടുന്ന എഴുതിയെന്ന്. എനിക്ക് അവനോട് അട്രാക്ഷൻ തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞു എന്നോട്. 90 വയസ്സുള്ള ആൾക്കാരോട് എനിക്ക് തോന്നിയാലും എനിക്ക് അവനോട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. വൃത്തികെട്ടവൻ, ഈ പെർവർട്ടനുണ്ടെന്നാണ് പറഞ്ഞത്. അന്തസ്സുള്ള തലമുറയുള്ള പെൺകുട്ടിയാണ്. അണ്ട് ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ബാക്കിയുള്ളതിനെക്കുറിച്ചും ഇവിടെ നിങ്ങൾ ആലോചിച്ച് പഴയ കാലത്തെ പോലെയാണോ സ്ത്രീകളൊക്കെ സാരി ഉടുത്ത് പിന്നെ അല്ലെങ്കിൽ മാക്സി ഇട്ടിട്ടാണോ നടക്കണേ? എൻ്റെ സഹോദരി ഉൾപ്പെടെയുള്ള ഷോർട്ട്സ് ഇടണേ. പക്ഷെ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ അവൾ പെട്ടെന്ന് വാരി വലിച്ച് ഒരു പാൻറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടും ഇടും എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഷോർട്സ് ഇട്ട് പിന്നെ ഒന്നും നടക്കാറില്ല. വീട്ടിലവിടെ ഷോർട്സ് ഇടണേ. പഴയ കാലത്ത് അങ്ങനെയായിരുന്നോ? ആണുങ്ങൾ ഇങ്ങനെയായിരുന്നോ? നമ്മളിപ്പോൾ ഷോർട്സും 3/4 ഇട്ടല്ലേ നടക്കണേ? പണ്ട് മുണ്ടെടുത്തല്ലേ നടന്നിരുന്നേ? പണ്ട് കോണകം ചുറ്റും മാത്രം ഇട്ട് നടന്ന കാലമുണ്ട്. ഇപ്പം ഈ പെൺകുട്ടിയുടെ ഡ്രസ്സിങ് കണ്ടിട്ട് വൃത്തിയോട് പറയുക, വേശ്യാന്ന് വിളിക്കുക. റിനി ആൻഡ് ജോർജ് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ഇത്രയും ദിവസത്തിനിടയിൽ വേണമെങ്കിൽ 50 മണിക്കൂറെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. ഇന്നലെ രാത്രി പോലും ഞങ്ങൾ 1.5 മണിക്കൂർ സംസാരിച്ചതാ. ആ കുട്ടിയൊക്കെ എന്ത് ഡീസൻ്റായിട്ടാണ് സംസാരിക്കണേ, ഹൃദയം തുറന്നാണ് സംസാരിക്കണേ. അപ്പം ഇങ്ങനത്തെ ദുരനുഭവം ഉണ്ടാവാത്ത ആ പെൺകുട്ടി മറ്റുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം ഉയർത്തിയത്. ഈ കെണിയിൽ വേറെ ആരും പോയി പെടരുത്. എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഞാനതിൽ വീണില്ല, മറ്റുള്ളവർ പെടരുത് എന്നുള്ള സതുദ്ദേശത്തോടുകൂടി സാമൂഹ്യ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞത്. അവൾ ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല, അതിന് താല്പര്യമില്ല അവൾക്ക്. വേണമെങ്കിൽ ആകാനൊക്കെ പറ്റും. അപ്പം ആ പെൺകുട്ടി ഇത്രയും ട്രോമയിലൂടെ ഈ വിഷയം റൈസ് ചെയ്തതിൻ്റെ പേരിൽ ഇത്രയും അധികം അധിക്ഷേപത്തിന് ഇരയാവുകയും മാനസികമായിട്ട് വിഷമത്തിലേക്ക് പോവുകയും ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇരയായ പെൺകുട്ടി, നിർബന്ധിതമായ അബോർഷന് വിധേയായ ഒരു പെൺകുട്ടി, ബ്ലീഡിങ്ങിൽ പിന്നെ തുടർച്ചയായിട്ട് നിലയ്ക്കാത്ത അവസ്ഥയിൽ കൂടെ കടന്നുപോയൊരു പെൺകുട്ടി, ജീവനും മരണത്തിനും ഇടയിലൂടെ സഞ്ചരിച്ച പെൺകുട്ടി, അപ്പം ശാരീരികമായിട്ടും മാനസികമായിട്ടും കടുത്ത സംഘർഷത്തിലൂടെ കടന്നുപോയൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഇന്നലെ റിനി എന്നോട് പറഞ്ഞ വാക്കുണ്ട്. എനിക്ക് റിനിയോട് ബഹുമാനം തോന്നി, ആദരവ്. എന്നേക്കാൾ പ്രായത്തിനുള്ള ഏതാ? ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ പറയാം, രാജേട്ടാ എനിക്ക് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാ പേടി, അവിടെ എന്തെങ്കിലും ചെയ്തു കളയുമെന്നാ പേടിയെന്ന്. അവിടെയാണ് ഇപ്പം ഈ പിന്നെ തെരുവിലുള്ള ഈ തെമ്മാടി കൂട്ടത്തിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോ വലിച്ചെറിഞ്ഞു കൊടുത്തത് സന്ദീപ് ചെയ്തത് തെമ്മാടിത്തരാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് ആവർത്തിക്കരുത്. സന്ദീപിലൊക്കെ എനിക്ക് പ്രതീക്ഷയുണ്ട്. സന്ദീപുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഞാൻ ആ രീതിയിൽ തന്നെ കണ്ടിട്ടുള്ളത്. സന്ദീപും ഞാനും തമ്മിൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളാണ്. അത്തരം കാര്യങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ തയ്യാറെടുക്കില്ല. ഞാനായിട്ട് മുൻകൈ എടുത്ത് ഒരിക്കലും ഒരു കാര്യങ്ങളും പറയില്ല. ഞാൻ ഒരുപാട് പേരുടെ രഹസ്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളതാണ്, എനിക്കറിയാവുന്നതാണ്. അത് എൻ്റെ മരണത്തോട് ഒടുങ്ങിപ്പോകേണ്ടതാണ്. എന്നെ വിശ്വസിച്ച് പറയുന്നതാണ്. അതൊന്നും വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരിക്കലും വെളിപ്പെടുത്തുമില്ല. അത് തമ്മിൽ തെറ്റിയെന്ന് എഴുതിയിട്ട് വെളിപ്പെടുത്തുമൊന്നുമില്ല. പിന്നെ ചിലരുടെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്കെതിരെ വേണ്ടാത്ത പറയുമ്പോൾ പിന്നെ ഞാൻ എടുത്ത് പറയാറുണ്ടെന്നേ ഉള്ളൂ. സന്ദീപിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു മാന്യത കേട് സന്ദീപ് എന്നോട് കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നലെ എന്നോട് പറഞ്ഞപ്പോൾ ടോണിൽ തുടക്കത്തിൽ പറ്റിയൊരു തെറ്റുണ്ട് സന്ദീപിന്. രാജൻ എന്താ ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിച്ചേ? ഇത് ഭീഷണിയാണ്, ഇത് താക്കീതാണ്, ലാസ്റ്റ് വാണിംഗ് ആണ്. ഇവന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കരുത്. അവരെ എതിർക്കണ്ട, അവരെ വെറുപ്പിക്കണ്ട. അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവർ സന്ദീപിനെ ടാർഗറ്റ് ചെയ്യും, സന്ദീപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നശിപ്പിക്കും. അതുകൊണ്ട് അവരെ എതിർക്കണ്ട, ഒന്നും അടങ്ങിയിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചാനൽ ചർച്ചയിൽ പോകുന്ന കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പല ആളുകളോടും ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവർ പലരും മയപ്പെടുത്തിയിട്ടുണ്ട്, പലരും അത് പാലിച്ചിട്ടുണ്ട്, എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഭാഗത്ത് അങ്ങനത്തെ നീക്കം ഉണ്ടായിട്ടില്ല. ഞാൻ വലിയ ആളായിട്ടൊന്നുമല്ല.
ഞാനൊരു പുല്ലുമല്ല. ഈ പിന്നെ 10 600 എത്ര കോടി ഉണ്ടെന്നറിയില്ല. വേണ്ട, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനെ മനുഷ്യനാണ്. പക്ഷെ എനിക്കൊരു നിലപാടുണ്ട്, എനിക്കൊരു ആർജവമുണ്ട്, എനിക്ക് അതിനുള്ള ധൈര്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരുത്തൻ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടെങ്കിൽ ഈ മുഖമില്ലാതെ സൈബർ വെട്ടുക്കിൾ ഈ കൂട്ടങ്ങളെ കടന്നലുകളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പോയി പണി വെക്ക് പുല്ലുകൾ നാളെക്കൊണ്ട് നിൽക്കും. കുറേ എണ്ണം ഫേക്കാ, അവർക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ലാത്ത വരട്ടെ നിങ്ങട്ടെ, കൊല്ലും തല്ലും തിന്നും. കൊന്നു തിന്നടോ. കൊല്ല ചെയ്തല്ലോ ഒരു പെൺകുട്ടിയെ. ആ കുട്ടി അനുഭവിക്കുന്ന വിഷമം എനിക്കുണ്ടാവില്ലല്ലോ. എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്കെന്താ? എൻ്റെ പിന്നെ കുടുംബത്തിൽപ്പെട്ടവരും ഓക്കെ, അവർ കുറച്ച് നാളൊക്കെ വിഷമം ഉണ്ടാവും, അത് കഴിയുമ്പോൾ അവർ മറക്കും. സുഹൃത്തുക്കൾക്കും കുറച്ച് നാളൊക്കെ ഒരു വിഷമം ഉണ്ടാവും, അത് കഴിയുമ്പോൾ അവർ മറക്കും. അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നൊന്നുമില്ല. ഇവിടെ ഉണ്ണിത്താനും സതീഷനും എടുത്ത മാതിരിയുള്ള ഒരു നിലപാടിലേക്ക് പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ നമ്മൾ പറയണ്ടല്ലോ, ഏത് മതക്കാരൻ എന്നതല്ല പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നം. അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. എനിക്ക് ഈ കഥയും കവിതയൊന്നും വല്ലാതെ വഴങ്ങില്ല. വലിയ വായനാശീലവും അറിവും വിവരവും ഒന്നുള്ള ആളൊന്നുമല്ല. 10ാം ക്ലാസ്സും കുസ്തിയും കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ്, വിവരം കെട്ടവനാണ്. പണ്ട് ആൾക്കാരെങ്ങനെ പറയണേ ഇവന് വിവരമില്ലാത്തവനാണ്. വിവരമില്ലാത്തവനാ. നമ്മുടെ വിവരം എന്ന് പറയുന്നത് എന്താ? എനിക്കെൻ്റെ അച്ഛനെ അറിയാം, അച്ഛൻ്റെ അച്ഛനെ അറിയാം, എൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ്റെ പേരെനിക്കറിയില്ല. എൻ്റെ പപ്പയുടെ പേരറിയാം, എൻ്റെ അപ്പച്ചൻ്റെ പേരറിയാം. അപ്പച്ചൻ്റെ അപ്പൻ്റെയോ അപ്പച്ചൻ്റെ അപ്പൻ്റെ അപ്പൻ്റെയോ പേര് നമുക്കറിയില്ല. നമ്മുടെ 4 5 തലമുറയ്ക്ക് അപ്പുറത്തുള്ള ആൾക്കാരെ നമുക്കറിയില്ല. അതറിയാത്ത നമ്മളാണ് ലോകത്തെ വലിയ ത്രികാലജ്ഞാനികളാണെന്ന് പറഞ്ഞ് നടക്കണേ. വിവരമില്ലാത്തതെന്ന് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ കണക്കൂട്ടിക്കുമോ? പാർലമെൻ്ററി വ്യാമോഹമൊക്കെ ഉണ്ടാവണതിന് കുഴപ്പമൊന്നുമില്ല. MLA ആവണമെന്ന് MP ആവണമെന്ന്. ഇവിടെ അതില്ല എന്നൊക്കെ പറയണത് വെറുതെയാ. EMSനെ പോലെ, പാലുളി മുഹമ്മദ് കുട്ടിയെ പോലെ, തെല്ല ബാലകൃഷ്ണനെ പോലെ, BM സുധീരനെ പോലെ, കുമ്മനം രാജശേഖരനെ പോലെ, അങ്ങനെ വളരെ അപൂർവം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറുക്കോളി മൊയ്തീൻ, നമ്മുടെ തിരൂർ MLA, അദ്ദേഹത്തെ പോലെ മുസ്ലിം ലീഗിൻ്റെ, ഇങ്ങനെയുള്ള വിവിധ പാർട്ടികളിലുള്ള കുറേ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പാർലമെൻ്ററി വ്യാമോഹം ഇല്ലാത്തവർ. അല്ലാത്തവർക്കൊക്കെ ഉണ്ടാവും. ചിലർക്ക് പഞ്ചായത്ത് മെമ്പർ ആവണമെന്നായിരിക്കും, ചിലർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്നാവും, ചിലർക്ക് ബ്ലോക്കിലേക്ക് ഒന്ന് നിൽക്കണം എന്നാവും, തോറ്റാലും നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും, മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. തെറ്റൊന്നുമല്ല. മനുഷ്യന് മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. സ്വപ്നം കാണാനുള്ള കഴിവാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. സ്വപ്നം കാണുന്നതിന് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുഷ്പവിമാനം എന്നൊരു സങ്കല്പം വരുമ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരുന്നു. അത് പിന്നീട് യാഥാർത്ഥ്യമായി. റൈറ്റ് സഹോദരന്മാർ യാഥാർത്ഥ്യമാക്കി. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന പാട്ട് എഴുതുന്ന കാലത്ത് അത് കേവലം ഒരു സ്വപ്നമായിരുന്നു. ജന്മിത്വത്തിൻ്റെ കാലഘട്ടമാണ്. കൊയ്യാനും വിതയ്ക്കാനും മാത്രമായി പാവങ്ങൾ പോണത്. പക്ഷെ പിന്നീട് അവർ കൊയ്യുന്ന വയൽ പലതും അവരുടേതായിട്ട് മാറി. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായതിൻ്റെ നീണ്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ രാജൻ ജോസഫ് PR വർക്ക് നടത്തുകയാണ്. ഇതുവരെ നടത്തിയിട്ടില്ല. നാളെ നടത്താൻ തോന്നി നടത്തുന്നേ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്താൻ തോന്നി നടത്തും. എന്താ ആവശ്യം? പക്ഷെ നുണ പറയാൻ നിൽക്കില്ല. ഏതെങ്കിലും വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ട് PR വർക്ക് നടത്താൻ എന്നെ കിട്ടില്ല. ഏതെങ്കിലും സത്യസന്ധനായ രാഷ്ട്രീയക്കാരൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ വ്യാജ പ്രചരണം നടത്താനും എന്നെ കിട്ടില്ല. അല്ലാതെ മാന്യമായ രീതിയിൽ പ്രൊഫഷണലായിട്ട് അതിന് പൈസ മേടിക്കണമെന്ന് തെറ്റില്ലാന്നേ. ഇവിടെ പത്രമാധ്യമങ്ങളല്ലേ, എത്തിക്സ് പഠിപ്പിക്കുന്നവരെല്ലാം ചെയ്യുന്നില്ലേ? ഇത് ചാനലുകളെല്ലാം ചെയ്യുന്നില്ലേ? മൈജിയുടെ വിഷയം വന്നപ്പോൾ പോയിട്ട് എത്ര പേര് പൈസ മേടിച്ചു എന്നുള്ളത് എനിക്കറിയാം. പലരും എത്ര പേര് വാർത്ത ചെയ്തു ഇതിനായിട്ട്? കുറച്ച് പേര് ചെയ്തു. ബോബി ചെമ്മണ്ണൂരിനെതിരെ എത്ര പേര് വാർത്ത ചെയ്യും? പരസ്യം പണത്തിന് മേലെ പരുന്തും, പിന്നെ പരുന്തല്ല, കാക്ക പോലും പറക്കില്ല. അവൻ നാളെ എനിക്ക് PR വർക്ക് ചെയ്യാൻ തോന്നിയാൽ ഞാൻ ചെയ്യുന്നേ. കണ്ട പോലെ കൂട്ടിക്കോ. പക്ഷെ ഒരുത്തന്നെ പൈസ മേടിച്ചിട്ട് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന പോലെ സത്യസന്ധനായ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയുടെ പൈസ മേടിച്ചിട്ട് അയാൾ അഴിമതിക്കാരനാണ് എന്നുള്ള ഇല്ലാത്ത കെട്ടുകഥ ഉണ്ടാക്കി പറയാൻ എന്നെ കിട്ടില്ല. വൃത്തികെട്ട, നെറികെട്ട, ക്രൂരനായ, മനുഷ്യത്വ വിരുദ്ധനായ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ അയാളുടെ പൈസ മേടിച്ചിട്ട് വിശുദ്ധനാണെന്ന് പറയാനും എന്നെ കിട്ടില്ല.
അല്ലാതെ മാന്യമായിട്ട് വേണമെങ്കിൽ ഞാൻ PR വർക്ക് നടത്തും. ഇവരെന്നെ പേടിപ്പിക്കാൻ പറ്റില്ല, PR വർക്കാണ് ഇതാണെന്നുള്ളത്. എനിക്ക് സന്ദീപിനോട് പറയാനുള്ളത്, സന്ദീപ് MLA ആയി കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്, നല്ല സംവാദകനാണ്, നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്, വിശ്വസനായ സുഹൃത്താണ്. ആ സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നേ. ഒരിക്കലും ഞാനും സന്ദീപും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്, വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പറയാനുള്ള സ്പേസ് ഉണ്ട്. അല്ലാതെ എപ്പോഴും പിന്നെ സന്ദീപ് എന്നോട് രാജൻ ഭായി നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പോഴ്ത്തലും, ഞാൻ സന്ദീപിനോട് സന്ദീപ് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് പോഴ്ത്തലും, അതല്ല ബന്ധം. എതിർക്കാനും കൂടി സ്പേസ് ഉള്ളതാണ് സൗഹൃദം. നിങ്ങളത് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് സ്റ്റോറി പിൻവലിപ്പിച്ചിട്ടുണ്ട് 2023. നിങ്ങൾ ആ കാര്യം ആ സ്റ്റോറി ഒന്ന് ഒഴിവാക്കണം, അത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. എന്നോട് അങ്ങനെ പലർക്കും പറയാനുള്ള സ്പേസ് ഉണ്ട്. പലരും വിമർശിക്കാറുണ്ട് വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട്. അവർ പരസ്യമായിട്ട് കമന്റ് ഇട്ടില്ല എന്നുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, നിങ്ങൾ ഇന്നലെ കാണിച്ചത് അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഞാനത് പിന്നെ ചിലർ അപ്പോളജി എക്സ്പ്രസ് ചെയ്യാറുണ്ട്, ഞാൻ പിന്നെ ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയാറുണ്ട്, ചിലത് ഞാനത് ഒഴിവാക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. തിരിച്ച് സന്ദീപിനോട് ഞാൻ പറഞ്ഞ കാര്യം, സന്ദീപിനോടും വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയത്തിനകത്ത് ഞാൻ അതെന്താണെന്നുള്ളത് പറയുന്നില്ല. ഞാൻ വളരെ വ്യക്തിപരമായിട്ട് ഞാൻ സന്ദീപിൻ്റെ അടുത്ത് ഏകദേശം 3 മാസം മുമ്പാണ് ഒരു വിഷയം ഞാൻ വളരെ സജീവമായിട്ട്, അപ്പോഴും ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയം കത്തിക്കുന്ന സമയത്ത് സന്ദീപ് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യത്തിനകത്ത് സന്ദീപിൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായം പറഞ്ഞു. സന്ദീപും അത് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ലേ, അതിനെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഭീഷണിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാനത് പറയണേ. ഇത് സന്ദീപിന് മാത്രമുള്ളതാക്കിയതല്ല. ഇമാതിരി വൃത്തികെട്ടവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത് പഞ്ചായത്ത് മെമ്പർ തൊട്ട് പാർലമെന്റ് അംഗം വരെയുള്ള ഏതെങ്കിലും എടുത്താൽ, ഏത് പാർട്ടിപ്പെട്ട വൃത്തികെട്ടവനെയാണെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അത് രാഹുൽ ഗാന്ധി ആയാലും പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും പാണക്കാട്ട് തങ്ങളാണെന്നുണ്ടെങ്കിലും ഒറ്റ നിലപാട് എനിക്കുള്ളൂ. ഒറ്റ തൊള്ളി ഒറ്റ വാപ്പിന്ന് ഞങ്ങൾ പറയും. അതായത് ഒരു വാക്കും ഒരു തന്തയുള്ളൂ എന്നുള്ളത്. ബയോളജിക്കലി അതിനകത്തൊരു പിന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ പിന്നെ പറയാം. എന്നാലും നിലപാടൊന്നേ ഉള്ളൂ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ പോകരുത്. അതുകൊണ്ട് പ്രിയ സുഹൃത്ത് സന്ദീപിനെ കേരളത്തിലെ നിയമസഭാംഗമായിട്ട് കാണണമെന്ന എൻ്റെ ആഗ്രഹത്തിനകത്ത് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. സന്ദീപിൻ്റെ വെൽവിഷർ തന്നെയാണ്. പക്ഷേ സന്ദീപ് എന്നല്ല, എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനാണെങ്കിൽ പോലും ഇത്തരം ആളുകളെ, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അച്ഛനാണെങ്കിൽ പോലും ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് മുറിച്ചു കളയാനും അതിരൂക്ഷമായി വിമർശിക്കാനും എനിക്കൊരു മടിയും ഉണ്ടാവില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്, ഇതെല്ലാവർക്കുള്ള താക്കീത് തന്നെയാണ്. നീ വെല്ലുവിളിക്കാനും താക്കീത് ചെയ്യാനും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം അതിനൊക്കെ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അത് വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ. കേരള രാഷ്ട്രീയത്തിൽ ഏതവനാ സ്വീകരിക്കണമെന്ന് എനിക്കൊന്ന് അറിയണം. അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയെ കൊട്ടേഷൻ കൊണ്ട് വന്നിട്ട് കൊല്ലുകയെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഇറാൻ ഗ്രൂപ്പിൻ്റെ സിദ്ദിഖ് അഹമ്മദിനെ പോലെയുള്ള ഭൂലോക ഫ്രോഡുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക. കോടീശ്വരൻ അയാൾ കൊട്ടേഷൻ കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം അയാൾക്ക് പിന്നെ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അലിഗേഷൻസ് എല്ലാം കൂടി സെറ്റിൽ ചെയ്യണമെങ്കിൽ 19 കോടി മുടക്കണം. ആ 50 കോടി മുടക്കുന്നതിന് പകരം 50 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ, 10 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ കൊട്ടേഷൻ സംഘത്തിനെ വെച്ചിട്ട് എന്നെ തീർക്കുകയും ചെയ്യാം. ഒരു 40 ലക്ഷം രൂപ കേസ് നടത്താനും കൂടി മുടക്കി കഴിഞ്ഞാൽ അത് മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലേക്ക് അയാൾ വരെ എത്തി എന്നുള്ള സൂചനകൾ നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. നടക്കണം പറ്റില്ല, വണ്ടി ഇടിച്ച എത്തൂല്ലേ, ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു അറ്റാക്ക് വന്ന എത്തൂല്ലേ. പിന്നെ അപ്പോഴാണ് ഇവന്മാരെ പേടിപ്പിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പിന്നെ ഞാൻ നന്നായി മദ്യപിച്ചിരുന്നു, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ വയനാട് യാത്രയിൽ ഞാൻ മദ്യപിച്ച് ഇതായതേം പറഞ്ഞു. അപ്പം എൻ്റെ കാറിൽ പോകുന്നുണ്ട്, എൻ്റെ ബാക്കിയുള്ളത് പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. സ്ലോ പോയിസണാണ്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, നാളെ ലങ് ക്യാൻസർ വന്നു വരും. അങ്ങനെ സ്വയം കൊന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ കൊല്ലുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പ്ലാനിങ് അടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരു നിമിഷത്തെ അടയാളപ്പെടുത്തി പോകുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുള്ളൂ. 30 മിനിറ്റ് ആവാനായി അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇത് പ്രിയപ്പെട്ട സുഹൃത്ത് സന്ദീപ് സ്നേഹപൂർവ്വം ഒക്കെ ഇത് പരസ്യമായിട്ട് പറയേണ്ടി വരുന്നത് ഇത്ര ഒരു ഘട്ടത്തിലെത്തിയോണ്ടാണ്. കാരണം ഇന്നത്തേക്ക് ഫേസ്ബുക്ക് ഒക്കെ എടുത്തു നോക്കുമ്പം പറക്കുകയാണ് ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട്. അതിനിടയ്ക്ക് അത് സന്ദീപിൻ്റെ കയ്യബദ്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇത് കുറച്ച് ഇത്രത്തോളം രൂക്ഷമായിട്ടില്ലെങ്കിൽ ഞാൻ സന്ദീപിനോട് പേഴ്സണലായിട്ട് മാത്രമേ പറയുമായിരുന്നുള്ളൂ.
ഏത് സെൻസിൽ വേണമെങ്കിലും എടുക്കാം. ബന്ധം തുടരണം. ഞാൻ പിന്നെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോടും ഷാഫിയോടല്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും അവസാനം എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, നിനക്കെതിരെയുള്ളത് ഞാൻ നാളെ ആ വെടി 12 മണിക്ക് പൊട്ടും, ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നാളെ വരും, എന്നിട്ട് നിനക്ക് വെടി നിർത്തണമെങ്കിൽ നിർത്താം, തുടരണമെങ്കിൽ തുടരാം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളൂ. ബന്ധങ്ങൾ എന്ന് പറയുന്ന സാധനത്തെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ കൊടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ജീവൻ്റെ പാതി കൊടുക്കാൻ, എൻ്റെ ഒരാൾക്ക് ലിവറിന് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്താവണമെന്നില്ല, പരിചയമില്ലാത്ത ആൾക്കാണെന്നുണ്ടെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും എൻ്റെ അവയവങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതെല്ലാം എടുക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആളെ ഞാൻ അത് പറഞ്ഞിട്ടുള്ളതാണ് വേണ്ടപ്പെട്ടവരോട്. എടുക്കാൻ പറ്റുന്ന ഓരോന്നും, ഒരു മുടിയെങ്കിലും എടുക്കാൻ പറ്റുന്നത്, ലിവർ എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴോ എനിക്കറിയില്ല എനിക്ക് അവസ്ഥ എന്താണെന്നുള്ളത്. പണ്ട് മറ്റേ ഇയാൾ അയ്യപ്പൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ, കരൾ പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ എന്നുള്ളതാണ്. റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും. പിന്നെ വാശി വരുമ്പോൾ എനർജി കൂടും. എന്തായിരുന്നാലും ഓക്കെ, എനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാൻ നേരമായി. ഇപ്പോൾ സമയം പിന്നെ 3:09, 3:30 ഞാൻ അവിടേക്കും ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്റ്റോറി എടുക്കേണ്ടതാണ്. ഇന്നൊരു വിവാഹ റിസപ്ഷൻ ഉണ്ട്, അതിന് പോകുന്നില്ല എന്ന് വെച്ച് നിൽക്കുക. ഓക്കെ, ശരിയെന്നാ. ഇത് ഏത് സെൻസിൽ വേണമെങ്കിലും എടുക്കാം, ഏത് സെൻസിൽ വേണമെങ്കിലും. അഭ്യർത്ഥനയായിട്ടെടുക്കാം, അപേക്ഷയായിട്ടെടുക്കാം, താക്കീതായിട്ടെടുക്കാം, ഭീഷണിയായിട്ടെടുക്കാം, എങ്ങനെയും എടുക്കാം. ഇറ്റ്സ് അപ് ടു യു.